ഹായ് ഹലോ. നമ്മളൊന്ന് ഗുരുവായൂർ വരെ പോവാണ് കേട്ടോ. നമ്മൾ പൂവാട്ടുറുമ്പ് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് പറയുന്നത് ബാഗിലാണ് ടവലുള്ളത്, ഗ്ലാസ് ഒന്ന് തുടയ്ക്കാൻ ടവലെടുക്കണമെന്ന്. അപ്പോൾ ഞാൻ മഴയത്തു നിന്ന് ഇറങ്ങി എടുത്ത് അപ്പോൾ അവർ ഉള്ളിലിരുന്ന് എന്നെ ട്രോളിങ് കൊണ്ടിരിക്കുക കാറിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാൻ മഴയത്ത് ഇറങ്ങി ഒരു യൂട്യൂബർ ടവലെടുക്കുന്നു, അതൊക്കെ നാളെ ഇതിൽ വരും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ട്രോളിങ് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊന്നും കേൾക്കാതെ ഞാൻ ടവലൊക്കെ എടുത്ത് കാറിൽ കയറി. അപ്പോൾ ഒരു പന്തിരങ്കാവൊക്കെ എത്തിയപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് പോകാറുണ്ട്. എല്ലാവരും കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടുന്ന് കോഫിയും നമ്മൾ ഒരു ഉള്ളിവടയും കഴിച്ചു കേട്ടോ. ഉള്ളിവടയും കോഫിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ സമൂസയൊക്കെ ചിക്കൻ്റെതായതിനെ കൊണ്ട് നമ്മൾ വാങ്ങി കഴിച്ചില്ല. അങ്ങനെ നമ്മൾ കോഫി കുടിച്ച് ബിസ്ക്കറ്റും വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് പോകുന്ന നേരെ ഹൈവേയിലേക്ക് കയറി. അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഇത്രയും മഴ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ തോതിൽ മഴ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഹൈവേയിലേക്ക് കയറിയപ്പോൾ മഴ നല്ലോണം കനത്തത് മാത്രമല്ല, അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഹൈവേയിലൊക്കെ. നമ്മൾ പോകുന്ന വഴിയിലൊന്നും നമുക്ക് ആ ബോർഡൊന്നും കാണാൻ പറ്റിയിട്ടില്ല. മഴ പെയ്തിട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടൊന്നും നമുക്ക് അറിയുന്നേ ഇല്ല. നമ്മൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത്. പക്ഷേ കുറേ അങ്ങെത്തിയപ്പോൾ മഴ അധികമാവുകയാണ് ചെയ്യുന്നത്, കുറഞ്ഞിട്ടൊന്നും വരുന്നില്ല. നമ്മൾ ഗുരുവായൂരിലെത്തി കേട്ടോ. പിന്നെ മഴ അതിനെക്കൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ നമ്മൾ ഗുരുവായൂർ എത്തിയതിന് ശേഷം അവിടെ ഞങ്ങൾ കാറിൽ തന്നെ ഒന്ന് ഫ്രഷായിട്ട് ബാഗും ഫോണും ഒക്കെ കാറിൽ വെച്ച് അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയതിന് ശേഷം ഫോൺ എടുത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ല മഴയായതുകൊണ്ട് ഫോൺ എടുക്കാൻ പോകാതെ തന്നെ ഞങ്ങൾ ലേറ്റായി. പിന്നെ ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ ഈ നെസ്കഫേ ഈ കടൽ ഈ കോഫി ഹൗസിൽ കയറിയാൽ നമ്മളെപ്പോഴും ഗുരുവായൂർ പോകുമ്പോൾ അവിടുന്ന് ഒരു കോഫി കുടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കോഫി. അതുകൊണ്ടാണ് നല്ല ടേസ്റ്റുള്ള കോഫിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി കോഫിയാണ്. അവിടെ പലതരം കോഫികളുണ്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് ചായ കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി നമ്മളൊരു 11:45 12:30 ആകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്രയും മഴ കാരണം പല റോഡും വെള്ളത്തിലായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് പിന്നെയും തിരിച്ചു പോരും വെള്ളമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ നല്ലൊരു റോഡിലേക്ക് എത്തുന്നത്. നല്ല റോഡല്ല, നമ്മൾ ഭയങ്കര റിസ്ക്കുള്ള റോഡ് കൂടിയാണ് വന്നത്. ചെറിയൊരു ഷോർട്ട് കട്ടിന് കയറിയിട്ട് ഒരു ചെറിയ റോഡിന് ഒരു 2 മണിക്കൂറോളം നമ്മളവിടെ കുടുങ്ങിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയതുമില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് ദൂരം പോകുന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്. ഹൈവേയിലേക്ക് എത്തി. നമ്മൾ വെട്ടിച്ചിറ ഭാഗത്തൊക്കെ ഒരു ടോൾ പാസ് ഉണ്ടല്ലോ, ആ ടോൾ പാസിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ നോക്കുന്നത്. ഇതുവരെ ഗുരുവായൂർ പോയിട്ട് ഇതുപോലൊരു എന്താ പറയുക ബുദ്ധിമുട്ടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടാണ് പോയി വന്നത്. എന്താണെന്നറിയില്ല, നമ്മൾ പോയ സമയം ശരിയില്ലായിട്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് മെല്ലെ പോന്നു കേട്ടോ. രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേ വീടെത്തി.